ഈ അങ്ങോട്ടേക്ക് എത്തിപ്പെടാനുള്ള ഒരു സാങ്കേതികമായ പ്രശ്നം. ബിന്ദു 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 കേൾക്കാമോ? എവിടെയാ ഉള്ളത് ബിന്ദു? ഞങ്ങള് മുണ്ടക്കൈ ഏലത്തോട്ടത്തിലാ ഉള്ളത്. ഏല എസ്റ്റേറ്റില് ഞങ്ങളെ വീട്ടിൽ നിന്ന് രാത്രി 1:30 ഓടി വന്നത് അവിടെ. അങ്ങനെ ഇങ്ങോട്ട് വരാനൊന്നും മാർഗമല്ല, അങ്ങോട്ട് പോകാനും മാർഗമല്ല സാറേ. നിങ്ങൾ എത്ര പേരുണ്ട് ബിന്ദു? എത്ര പേരുണ്ട്? 9 ആളുണ്ട്. 9 ആളുണ്ട്. നിങ്ങളുടെ വീടിന്റെ ഒക്കെ അവസ്ഥ എന്താ? ഞങ്ങളെ വീട് വരെ വെള്ളം വന്നിട്ടുണ്ട്. ഞങ്ങൾ പോയിട്ടില്ല, പോയിപ്പോ നോക്കിട്ട് വന്നു. വീട് വരെ നിരന്ന് കിടക്കുന്നുണ്ട്. ഞങ്ങളെ താഴത്തെ വീടൊക്കെ പോയി. ആ താഴെ ഒരു വീട്ടില് 3 ആളുണ്ടായിരുന്നു, അവരും പോയി, ഒലിച്ചു പോയി. ആ സാറേ. അയ്യോ, നിങ്ങൾ ഈ എസ്റ്റേറ്റിൽ ജോലി ചെയ്യുന്ന ആളുകളാണോ? ബനറാണി എസ്റ്റേറ്റിൽ ജോലി ചെയ്യണതാ. അപ്പൊ നിങ്ങൾക്ക് ആരോട് സംസാരിക്കാൻ പറ്റുന്നില്ല അല്ലേ? ഇല്ല, അങ്ങനെ ഫോണിൽ കൂടി വിളിക്കാം, വേറെ വഴിയില്ല. ഈ കൂടെ ഉള്ളവരൊക്കെ പുരുഷന്മാരാണോ സ്ത്രീകളാണോ? പുരുഷന്മാരും ഉണ്ട്, സ്ത്രീകളും ഉണ്ട്, 2 കുട്ടികളും ഉണ്ട്. പഞ്ചായത്ത് മെമ്പറെയോ സമീപത്തുള്ള ആരെയാണെങ്കിൽ സംസാരിക്കാൻ പറ്റിയോ നിങ്ങൾക്ക്? സാറേ, ഞങ്ങളെ വീട് 10-15 വീടൊന്നും ഇല്ല, ഒലിച്ചു പോയി അല്ലേ? വീടുമില്ല, ആളുമില്ല, ഒക്കെ ഒലിച്ചു പോയി. ഒലിച്ചു പോയി. എത്ര പേർ താമസിച്ച സ്ഥലമാ ബിന്ദു നിങ്ങളുടെ ആ പ്രദേശം? ഞങ്ങളവിടെ ഒരു ഒറ്റപ്പെട്ട സ്ഥലമാണ്. 10 വീടുണ്ടായിരുന്നു. അതില് വീടുകൾ ഇപ്പുറത്തെ വീട്ടില് കേൾക്കണ്. അപ്പൊ നിങ്ങൾ 9 പേര് ഇപ്പം ആ എസ്റ്റേറ്റിൽ പോയി നിൽക്കുകയാണല്ലേ? അവിടെ വെള്ളത്തിന്റെ പ്രശ്നമൊന്നും ഇല്ലല്ലോ അല്ലേ? ഇല്ല ഇല്ല ഇല്ല. നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കാനോ വെള്ളത്തിനോ ഉള്ള എന്തെങ്കിലും മാർഗം ഉണ്ടോ അവിടെ? ഒന്നുമില്ല. ഈ ആരോട് ഈ എസ്റ്റേറ്റിന്റെ ഉടമസ്ഥർ ആരെങ്കിലും ബന്ധപ്പെട്ട മാനേജരോ ആരെങ്കിലും ഉണ്ടോ അവിടെ? ഇല്ല ഇല്ല, ഇവിടെ ആരും ഇല്ല. ഞങ്ങൾ ഓടി വന്നത് അങ്ങോട്ട്. നിങ്ങൾ 9 പേര് മാത്രം ഒറ്റപ്പെട്ട് നിൽക്കുകയാണ്? ആ സാറേ. കുഞ്ഞുങ്ങളുണ്ടോ കൂട്ടത്തില്? കുഞ്ഞുങ്ങൾ 2 എണ്ണം ഉണ്ട്. ശരി ശരി. എന്തായാലും ഫോണ് കറണ്ട് ഉണ്ടോ? കറണ്ട് ഇല്ല, ഫോൺ ഓഫ് ആകും. ഫോൺ ഓഫ് ആകും അല്ലേ? ഈ സ്ഥലത്തിന്റെ പേരെന്താണ്? ഈ കൃത്രിമ സ്ഥലത്തിന്റെ പേരെന്താണ്? മുണ്ടക്കൈ ഏത് ഏരിയ ആണ്? ഏല എസ്റ്റേറ്റ്, ചൂരമല മുണ്ടക്കൈ അറിയില്ലേ? ചൂരമല മുണ്ടക്കൈ ഏല എസ്റ്റേറ്റിലും ആൾക്കാർ കുടുങ്ങിക്കിടക്കുകയാണ് അല്ലേ? മറ്റു സ്ഥലങ്ങളിലും ഒക്കെ അങ്ങനെ ആളുകൾ കുടുങ്ങിക്കിടക്കുന്നുണ്ടോ? മറ്റു മേഖലയിലൊക്കെ? മറ്റേ മേഖലയില് ഞങ്ങള് പുഴന്റെ അക്കരയുണ്ട്, ഒരു 10 ഏക്കറാ. 10 ഏക്കർ ഞങ്ങളെ കുടുംബക്കാര് അങ്ങോട്ട് അവിടെ ആ റിസോർട്ടിൽ പോയി കിടക്കുന്നുണ്ട്. അവരെ വിളിച്ചോ? അവരെ വിളിച്ചു, അവര് കുഴപ്പമില്ല. ഞങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനൊന്നും പറ്റില്ല. ഹെലികോപ്റ്റർ വഴിയേ പറ്റുള്ളൂ. ഹെലികോപ്റ്റർ ഇപ്പൊ എത്തും കേട്ടോ. 3 ഹെലികോപ്റ്റർ തിരിച്ചിട്ടുണ്ട്. നിങ്ങളെ രക്ഷിക്കാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തുന്നുണ്ട്. ഈ പ്രശ്നം എന്ന് പറഞ്ഞാൽ പാലം ഇല്ലാതിരിക്കുന്നതും രക്ഷാപ്രവർത്തനം അങ്ങോട്ട് വരാൻ പറ്റാത്തതും ഒക്കെയാണ്. എന്തായാലും അത് പേടിക്കണ്ട, എത്രയും പെട്ടെന്ന് അവിടെ എത്തി നിങ്ങളെ രക്ഷിക്കും. പൊട്ടി 4 പ്രാവശ്യം പൊട്ടി. ഞങ്ങള് കുലുങ്ങി പേടിക്കായിരുന്നു. ഭയങ്കര സൗണ്ട്, പാറകളൊക്കെ വന്നിട്ടേ എങ്ങനെയും ഒച്ചേന്റെ ഉള്ളിൽ ഞങ്ങൾ എങ്ങനെയും കൊണ്ടോണേ. ഉറപ്പായിട്ടും. അല്ല, ഈ എത്ര മണിക്കായിരുന്നു ഉറങ്ങിക്കിടക്കായിരുന്നോ ബിന്ദു? ഉറങ്ങി കിടക്കുമ്പോ സൗണ്ട് വരുന്നത് 1:45 ആയി. 1:30-1:45 ഉള്ളിൽ ഞങ്ങൾ ഇറങ്ങി. സൗണ്ട് കേട്ട് ഞങ്ങൾ ഏലക്കാട്ട് കൂടെ ഓടുകയായിരുന്നു കാട്ടിക്ക്. ഒരു എസ്റ്റേറ്റ് ഇങ്ങനെ ഇതൊരു കയറ്റ സ്ഥലമാണ്, പൊക്കം. അങ്ങോട്ടാ ഓടിയത്. അപ്പൊ അപ്പോഴേക്ക് ഈ വെള്ളമെല്ലാം ഒലിച്ചു വന്നു അല്ലേ? ഒലിച്ചു വന്നു. എന്താ ഞങ്ങള് കല്ല് പാറയെ കൂടെ വന്നു. പാറ കല്ലുകളൊക്കെ ഉണ്ടായിരുന്നു. അത് നോക്കിയില്ല, അപ്പുറത്തേക്ക് കടന്നു ഓടി. എന്നിട്ട് 1:30 മണി മുതൽ നിങ്ങൾ ഈ എസ്റ്റേറ്റ് വന്നിരിക്കുകയാണ്? അവിടെ ഒന്നുമില്ല. വസ്ത്രങ്ങളും ഭക്ഷണത്തിനും വെള്ളത്തിനും ഒന്നും അവസ്ഥയില്ല, ഒന്നുമില്ല. ഹെലികോപ്റ്റർ എത്രയും പെട്ടെന്ന് വരും എന്ന് പ്രതീക്ഷിക്കാം. ഞങ്ങൾ ഈ വിവരം ബന്ധപ്പെട്ടവർ കൈമാറാം കേട്ടോ ബിന്ദു. ശരി, ഇടയ്ക്ക് വിളിക്കാം കേട്ടോ. ഫോണിന് എത്ര ചാർജ് ഉണ്ട് ഇനി ബാക്കി? ചാർജ് 20 ഉണ്ടായിരുന്നു കുറച്ച് നേരത്തെ. ഇപ്പൊ എത്ര അറിയില്ല. കൂടെ ഉള്ളവർക്കൊക്കെ ആർക്കെങ്കിലും ഫോൺ ഉണ്ടോ? അവിടെ ഉണ്ട്, നമ്പറൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഒരാളുടെയെങ്കിലും ഫോണ് ചാർജിൽ വെക്കാൻ എപ്പോഴും സൂക്ഷിക്കുക കേട്ടോ. ഒരാളുടെയെങ്കിലും ഫോണേ കൂടുതൽ സംസാരിക്കാതെ. അപ്പൊ ഒരാളുടെയെങ്കിലും ഫോൺ ഉണ്ടാവുമല്ലോ ആരെങ്കിലും വിളിക്കാൻ. കൺട്രോൾ റൂമിൽ അറിയിച്ചിട്ടുണ്ട് കേട്ടോ നിങ്ങളുടെ കേസ്. ഹെലികോപ്റ്റർ വരുമ്പോ അങ്ങോട്ട് എത്തും, അല്ലെങ്കിൽ രക്ഷാപ്രവർത്തനം എത്തും കേട്ടോ. പേടിക്കാതെ സമാധാനമായിട്ട് ഇരിക്കുക. ശരി. ബിന്ദുവാണ്. അവരുടെ വീട് വെള്ളം മാഞ്ഞു വന്നപ്പോൾ അവർ ഒരു എസ്റ്റേറ്റിൽ അഭയം പ്രാപിച്ചിരിക്കുകയാണ്. അത്തരത്തിൽ അവർക്കൊപ്പം 10 പേരുണ്ട്. ഇങ്ങനെ ഒരുപാട് ആളുകൾ പല സ്ഥലങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്ന വളരെ പരിതാപകരമായ ഒരു
അവസ്ഥയാണ്. മരണം 19 എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. 19 മരണം ഇതിനകം, 19 മൃതദേഹങ്ങൾ കിട്ടി എന്നുള്ളതാണ് ഇതിനകം സ്ഥിരീകരിച്ചു കഴിഞ്ഞു. ഒരുപാട് ആളുകൾ ചികിത്സയിലുണ്ട്, ഒരുപാട് ആളുകൾ ഒലിച്ചു പോയിട്ടുണ്ട്. ഈ ബിന്ദുവൊക്കെ പറയുന്നതനുസരിച്ച് ഒരുപാട് കുടുംബങ്ങൾ ഒലിച്ചു പോയിട്ടുണ്ട്. ഇവരൊക്കെ രക്ഷപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള കാര്യം നമുക്കിനിയും കാത്തിരുന്ന് കാണേണ്ടി വരും. അങ്ങനെ വലിയ ദുരന്തമുഖത്താണ് വയനാട് എന്നുള്ളതാണ് ഏറ്റവും ദൗർഭാഗ്യകരമായ കാര്യം. കാരണം നേരത്തെ പറഞ്ഞ പോലെ ഏറെ സുരക്ഷിതമായ ഒരു സ്ഥലമായിരുന്നു. അവിടെ ഉരുൾപൊട്ടൽ ഒരിക്കലും ഉണ്ടാകാനുള്ള സാധ്യത ഇല്ല എന്ന് പ്രധാനപ്പെട്ട ആളുകളൊക്കെ പറഞ്ഞിരുന്ന ഒരു സ്ഥലത്താണ് ഈ ഉരുൾപൊട്ടൽ ഉണ്ടായതാണ് ഏറ്റവും ആശ്ചര്യകരമായത്. അതാണ് അപകടത്തിൻ്റെ വ്യാപ്തി വർദ്ധിപ്പിച്ചത്.